Welcome to Helpora Learning. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് നമുക്ക് മലയാളം ചരിത്ര ബാലസാഹിത്യ നോവലായ ആദം ഹവ്വയിലെ ചില പ്രധാന ചോദ്യങ്ങൾ നോക്കാം. ഗ്രന്ഥകർത്താവ് TK ഉബൈദ്. ജനനം പൊന്നാനി, മലപ്പുറം. ഇസ്ലാമിക എഴുത്തുകാരൻ, എഡിറ്റർ പ്രബോധനം, മലർവാടി. മറ്റു കൃതികൾ: ഖുർആൻ, ബോധനം, ലോകസുന്ദരൻ. പുസ്തകത്തിൽ നിന്നും: പ്രകാശത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവർ മലക്കുകൾ അഥവാ മാലാഖമാർ, ദൈവത്തിൻ്റെ സൈന്യങ്ങൾ, ദൈവാജ്ഞ അനുസരിക്കുന്നവർ. അഗ്നിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവർ ജിന്നുകൾ, അദൃശ്യ ജീവികൾ, നല്ലവരും ദുഷ്ടന്മാരുമുണ്ട്. മനുഷ്യന് മറ്റു പ്രാപഞ്ചിക വസ്തുക്കൾക്കൊന്നും ഇല്ലാത്ത എന്ത് മഹത്തായ ഒരു അനുഗ്രഹമാണ് നൽകിയത്: ബുദ്ധി. ദൈവം ഭൂമിയിൽ നിശ്ചയിച്ച പ്രതിനിധിയായിരുന്നു മനുഷ്യർ. ഇതറിഞ്ഞ മലക്കുകളുടെ മറുപടി എന്തായിരുന്നു? നാഥാ, നാശമുണ്ടാക്കുകയും ചോര ചിന്തുകയും ചെയ്യുന്നവരെ നീ ഭൂമിയിൽ നിയോഗിക്കുകയോ? നിനക്ക് സ്തോത്രം ചെയ്യുകയും നിന്റെ പരിശുദ്ധി വാഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളല്ലയോ? മനുഷ്യനെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നും. ഇബ്ലീസ് അവനൊരു ഡാഷ് ആയിരുന്നു, ജിന്ന്. ആദിമ മനുഷ്യന് ദൈവമിട്ട പേര് ആദം. ഇബ്ലീസ് ആദമിനെ നമസ്കരിക്കാതിരിക്കാൻ പറഞ്ഞ ന്യായമെന്ത്? ഞാൻ ആദമിനേക്കാൾ ഉന്നതനാണ്, എന്നെ നീ അഗ്നിയിൽ നിന്നല്ലേ സൃഷ്ടിച്ചത്, ആദമിനെ കളിമണ്ണിൽ നിന്നും. പിന്നെ ഞാൻ എന്തിന് അവനെ പ്രണമിക്കണം? ഭൂമിയിലെ പല ഇനം പറവുകളെയും മൃഗങ്ങളെയും മലക്കുകൾക്ക് മുമ്പിൽ ഹാജരാക്കി അവരുടെ പേരുകൾ പറയാൻ ആജ്ഞാപിച്ചപ്പോൾ മലക്കുകളുടെ മറുപടി എന്തായിരുന്നു? നാഥാ, നിനക്ക് സ്തോത്രങ്ങൾ. നീ പഠിപ്പിച്ചു തന്നതല്ലാതെ യാതൊന്നും ഞങ്ങൾക്കറിയില്ല. നീയാണല്ലോ സർവജ്ഞനും യുക്തിമാനും. മനുഷ്യന് വസ്തുക്കളെ നോക്കി അവയുടെ സ്വഭാവ വിശേഷതകൾ മനസ്സിലാക്കാനുള്ള ദൈവം കൊടുത്ത കഴിവ് വിശേഷബുദ്ധി. വിശേഷബുദ്ധി ഉപയോഗിച്ച് ആദമിട്ട പേരുകൾ: ഭാഷ, ഭാഷയുടെ തുടക്കം. ഡാഷ് ആണ് മനുഷ്യന്റെ മഹത്വവും മനസ്സിന്റെ വെളിച്ചവും. അറിവ്. ആദമിനെ ആദ്യം അല്ലാഹു വസിപ്പിച്ചത് സ്വർഗത്തിൽ. ആദമിന്റെ ഇണ ഹവ്വ. അല്ലാഹു ആദമിനും ഹവ്വക്കും സ്വർഗത്തിൽ എന്താണ് വിലക്കിയത്? ഒരു വൃക്ഷത്തിന്റെ ഫലം. ഈ കനി കഴിച്ചാൽ എന്ത് ലഭിക്കുമെന്ന് പറഞ്ഞാണ് ഇബ്ലീസ് ആദമിനെ പറ്റിച്ചത്: ശാശ്വത ജീവിതം, ശാശ്വതാധികാരം. വിലക്കപ്പെട്ട കനി കഴിച്ച ആദമിനും ഹവ്വക്കും സംഭവിച്ചത്: ഇരുവരും പൂർണ്ണ നഗ്നരായി. ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ആദ്യ പിതാവും പ്രഥമ പ്രവാചകനും ആദം നബി അലൈഹിസ്സലാം. മനുഷ്യകുലത്തിന്റെ പ്രഥമ തറവാട് അവർ കരിമ്പാറകൾക്കിടയിൽ കണ്ട ഒഴിഞ്ഞ ഗുഹ. ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യ പ്രസവത്തിൽ ഉണ്ടായത് ഇരട്ടകൾ: കാബീൽ എന്ന ആണും ഇക്ലീമ എന്ന പെണ്ണും. ഹവ്വയുടെ രണ്ടാമത്തെ പ്രസവത്തിൽ ഉണ്ടായത് ഹാബീൽ എന്ന ആൺകുഞ്ഞും ലൂത്ത എന്ന പെൺകുഞ്ഞും. ഹവ്വ എത്ര പ്രസവിച്ചു? 20. എല്ലാ പ്രസവത്തിലും ഇരട്ടകൾ. അങ്ങനെ 20 പുത്രന്മാരും 20 പുത്രിമാരും. സന്തതികളിൽ ഏറ്റവും മൂത്തവനായ മുരടനായ കൃഷി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവൻ കാബീൽ. ബലിഷ്ഠനായ മൃദുലമായ പെരുമാറ്റമുള്ള കാലികളെ മേയ്ക്കാൻ നിയോഗിക്കപ്പെട്ട സന്തതി ഹാബീൽ. ഉള്ളവർ ഇല്ലാത്തവർക്ക് നൽകേണ്ട നിർബന്ധ ദാനമാണ് സക്കാത്ത്. ഭൂമിയിൽ ആദ്യം നടന്ന സക്കാത്ത്. ആദം നബി അലൈഹിസ്സലാം തൻ്റെ മക്കളായ ഹാബീലിനോടും കാബീലിനോടും അവർ വിളവെടുത്ത ഉൽപ്പന്നങ്ങളിൽ ഒരംശം കുന്നിൻ മുകളിൽ വയ്ക്കാൻ പറഞ്ഞത് മറ്റു മനുഷ്യർ ഇല്ലാത്തതിനാൽ ഇതര ജീവജാലങ്ങൾക്കുള്ള സക്കാത്ത്. ആദം നബിയുടെ മക്കൾ തമ്മിലുള്ള കല്യാണം എങ്ങനെയാണ് അല്ലാഹു കൽപ്പിച്ചത്? ഹവ്വയുടെ ഓരോ പ്രസവത്തിലും പിറന്ന ആൺകുട്ടികൾക്ക് അടുത്ത പ്രസവത്തിൽ പെൺകുട്ടിയെയും മറിച്ചും കല്യാണം ചെയ്തു കൊടുക്കുക. ഇപ്രകാരം കാബീൽ കല്യാണം കഴിക്കേണ്ടത് ലൂത്തയെ.
ഹാബീൽ കല്യാണം കഴിക്കേണ്ടത് ഇക്ലീമ. കൂടുതൽ സുന്ദരിയായ കാബീൽ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച മകൾ ഇക്ലീമ. ആദം നബി പറഞ്ഞ സക്കാത്ത് ഇരു മക്കളും എങ്ങനെയാണ് കൊടുത്തത്? ഹാബീൽ തൻ്റെ ആടുകളിൽ നല്ല ഒരു ആടിനെ തന്നെ ബലിയായി നൽകി. എന്നാൽ കാബീൽ തൻ്റെ വിളയിലെ മോശപ്പെട്ടവയാണ് നൽകിയത്. മക്കളുടെ വിവാഹകാര്യത്തിൽ ആദം എങ്ങനെയാണ് തീർപ്പ് കൽപ്പിച്ചത്? ആരുടെ സക്കാത്താണോ ദൈവം സ്വീകരിച്ചത് അവർക്ക് ഇക്ലീമയെ വിവാഹം ചെയ്യാം. ആരുടേതാണ് ദൈവം സ്വീകരിച്ചത്? ഹാബീലിൻ്റെ. ഇബ്ലീസ് ഭൂമിയിൽ ആദ്യമായി തൻ്റെ കെണിയിൽ പെടുത്തിയത് കാബീലിന്. ഭൂമിയിലെ ആദ്യ രക്തസാക്ഷി ഹാബീൽ. ഭൂമിയിലെ ആദ്യ കൊലപാതകി കാബീൽ. കാബീലിന് ഹാബീലിന് മറമാടാൻ യുക്തി കാണിച്ചു കൊടുത്ത ജീവി കാക്ക. Thanks for studying with us today. If you enjoyed this class, please subscribe and join our learning community. And don't forget to drop your questions or thoughts in the comments. Let's grow together. See you soon.